വലിയൊരു ദുആയുണ്ട് മുഅ്മിനേ, നമ്മൾ മറക്കാൻ പാടില്ലാത്ത ദുആ. അസുഖങ്ങൾ കൂടുകയാണ്, കിഡ്നി ഫെയിലിയർ, ഹാർട്ടിന്റെ അസുഖങ്ങൾ, ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിനോട് നമ്മൾ ദുആ ഇറക്കാൻ മറന്നു പോവല്ലേ. മിൻ അഅ്ളമിൽ അദ്ഇയ, ദുആകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദുആകളിൽ ഒന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മൂത്താപ്പ അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചതാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലിംനി ദുആഅൻ അദ്ഉ ബിഹി, ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ ഒരു ദുആ എന്നെ പഠിപ്പിച്ചു തരുമോ? ആര് ചോദിച്ചു? അബ്ബാസ് റളിയല്ലാഹു അൻഹു. അതിന് നബി തങ്ങൾ കൊടുത്ത മറുപടിയാണ്, അബ്ബാസ് എന്നവരോട് ഖുൽ പറയണം, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയ, അല്ലാഹുവേ മാപ്പ് തരണേ, അല്ലാഹുവേ ആരോഗ്യം തരണേ, ആരോഗ്യം തരണേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയ. ഇതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടായിരിക്കും ഉസ്താമാർ ദുആ ഇറക്കണ, നമുക്കറിയുന്നതായിരിക്കും. ഒന്ന് പൊടി തട്ടിയെടുക്കുക, നമുക്ക് ഒറ്റക്കും ദുആ ഇറക്കാം, കൂട്ടത്തിലും ദുആ ഇറക്കാം, നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ അല്ലാഹുമ്മ ഇന്നി, അല്ലാഹുവേ നിന്നോട് അസ്അലുക ഞാൻ ചോദിക്കുന്നു, അൽ അഫ്വ വൽ ആഫിയ, ആരോഗ്യം തരണം റബ്ബേ, മാപ്പ് തരണം റബ്ബേ. പരലോകത്തേക്ക് മാപ്പ്, ദുനിയാവിൽ ആരോഗ്യം. അതിന് ആരോഗ്യം തരണമെന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു ഉത്തരം ഒരു നല്ല ഡോക്ടറെ പോയി കാണലായിരിക്കും. അങ്ങനെയല്ല, എത്ര അസുഖങ്ങൾ, ഒരുപാട് ഡോക്ടറെ പരീക്ഷിച്ചു, പിന്നെ അതൊരു നാട്ടുവൈദ്യനുണ്ട് പോലും. അവിടെ ചെന്ന് നോക്കുമ്പോൾ അയാൾ ചെറിയൊരു മരുന്ന് കൊണ്ട് ശിഫയായി. വലിയ വലിയ ഹോസ്പിറ്റലിൽ നിന്ന് സർജറി ചെയ്തു, പിന്നെ ഒരു ഡോക്ടർ ചെറിയൊരു ഗുളിക എഴുതി കൊടുത്തു, ആൾക്ക് ശിഫയായി. ദുആന്റെ ഉത്തരം അങ്ങനെയായിരിക്കും അല്ലേ? നമ്മോട് ചികിത്സിക്കാൻ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم إني أسألك العفو والعافية، 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 اللهم إني أسألك العفو والعافية.